ലോക്സഭയിലെ വിപ്ലവ് താക്കൂർ എന്ന മുതിർന്ന കോൺഗ്രസ് എം പിയുടെ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. 56 ഇഞ്ചന്മാരെയെല്ലാം നിർത്തിമുള്ളിക്കുന്ന രീതിയിലുള്ള പ്രസംഗം. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ഉയർത്തിക്കൊണ്ടും വർഗീയമായും മതപരമായും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് 56 ഇഞ്ചന്മാരെ ചോദ്യങ്ങളുടെ ശരശയിൽ തന്നെ കിടത്തി എന്ന് പറയാം. അമ്മാതിരി പ്രസംഗം. വാക്കുകൾ കൊണ്ട് കൂരമ്പ് തീർത്തുകൊണ്ട് ചെയ്യുന്ന ദുഷ്പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ചുട്ടയായ മറുപടി എന്നൊക്കെ പറയാറില്ലേ, അതാണ് സഭയിൽ കേട്ടത്. चुप करके बैठो, सुनो। किस धर्म की बात आप करते हैं? किस राम की बात करते हैं जिसने अपनी मर्यादा को रखने के लिए जनता की बातें सुनी? किस राम राज्य की बात करते हैं? किसको पूजते हैं आप? मंदिर बनाइए, जरूर बनाइए, लेकिन उनके आदर्शों को भी मानिए। इस देश में जो भी यहाँ है आज वो सदियों से रह रहे हैं, अभी नहीं आए हैं। अब पाकिस्तान और बांग्लादेश, अरे भाई वो तो है ही इस्लामिक कंट्री, उनके बारे में क्या बोलना है? हम तो सेकुलर, हम तो धर्म को मानते हैं। हर बात के लिए पाकिस्तान, हर बात के लिए पाकिस्तान। क्यों भाई, क्या है वो? आज कोई भी आपके प्रधानमंत्री के खिलाफ, आपके गृह मंत्री के खिलाफ, उनकी नीतियों के खिलाफ बोले, वो देशद्रोही हो गया है। उनको जेल में डाल दो, उनको पकड़ लो। 6 साल के बच्चों को भी आप क्या करेंगे? आपके पास भारत के लिए कोई नया सोच है? ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള മുതിർന്ന എം പിയാണ് വിപ്ലവ് താക്കൂർ. രാജ്യസഭയിലേക്ക് 2ാം തവണയാണ് വിപ്ലവ് താക്കൂർ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ചില പെൺ ശബ്ദങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സംഘപരിവാറിനെ സംബന്ധിക്കുന്നിടത്തോളം താങ്ങാൻ പറ്റാത്തതാണ്. അതിന്റെ ഭാഗമായിട്ട് ഓർഗനൈസറിൽ പുറത്തു വന്ന അവരുടെ പ്രഖ്യാപിത ശത്രുക്കളിൽ ഇപ്പോൾ മഹുമ മൈത്രയും അരുന്ധതി റോയെ പോലുള്ള ഈ കാലഘട്ടത്തിലെ ഉശിരൻ സ്ത്രീ ശബ്ദങ്ങളും ഉണ്ട് എന്നുള്ളത് ഈ അടുത്ത ദിവസം പുറത്തു വന്നിരുന്നു. അതിനോടൊപ്പമാണ് വരും ദിവസങ്ങളിൽ വിപ്ലവ് താക്കൂറിന്റെ പേരുകൂടി എഴുതി ചേർക്കപ്പെടാൻ പോകുന്നത്. രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഓരോ വാക്കുകളും നെഞ്ചിൽ തറച്ച് പിടിവിട്ട അവസ്ഥയിലായിരുന്നു ഷാജിയും നമ്മുടെ വിശ്വഗുരുവും രാജ്നാഥ് സിംഗ് ഒക്കെ ഇരുന്നത്. ഓരോ ശക്തമായ ചോദ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോഴും വെടികൊണ്ട പന്നിയെപ്പോലെ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരിക്കേണ്ട അവസ്ഥ. ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അവരെ അത് എങ്ങനെ ബാധിച്ചു എന്ന് അവരുടെ മുഖഭാവം തന്നെ തുറന്നു കാട്ടുന്നുണ്ട്.